നമസ്കാരം. അൾട്ടിമേറ്റ് ലൈഫ് വിഷൻ എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം. The White Fang by Jack London. അമ്മയോടൊപ്പം പതിവായിട്ട് ഇര തേടി നടക്കുന്ന ഒറ്റക്കുഞ്ഞൻ ഒരു ദിവസം പോയി. അന്ന് രാത്രി വളരെ വൈകി, അഥവാ അടുത്ത ദിവസം പുലർച്ചെയാണ് ഒന്ന് ഗുഹയിലെത്തുന്നത്. അമ്മയും മോനും കിടന്നുറങ്ങി. നേരം വെളുത്ത് തുടങ്ങിയപ്പോൾ ഒറ്റക്കുഞ്ഞിന് നല്ല ദാഹം. അവൻ അരുവിയിലേക്ക് നടന്നു. പതിവായിട്ട് പോകുന്ന വഴിയാണ്, അതുകൊണ്ട് ആളല്പം കെയർലെസ് ആയിരുന്നു. പക്ഷേ ഒരു വളവ് തിരിഞ്ഞവൻ ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. അതുവരെ കാണാത്ത തരം ഒരു ജീവിയെ കാണുകയാണവൻ. കാട്ടിലവൻ കണ്ടിട്ടുള്ള ജീവികളെല്ലാം ഒന്നുകിൽ 4 കാലിൽ നടക്കുന്നത്, അതല്ലെങ്കിൽ 2 കാലിൽ നടക്കുകയും പറക്കുകയും ചെയ്യുന്ന ജീവികൾ, പക്ഷികളും മൃഗങ്ങളും. ഇത് ഈ 2 ഗ്രൂപ്പിലും പെടാത്ത ഒരു ജീവി. അത് ഇരിക്കുന്ന ഇരിപ്പ് തന്നെ ഒരു പ്രത്യേക രീതിയിൽ, അതായത് ഒരു 3-4 മനുഷ്യർ അവിടെയുള്ള ഓരോ തടിക്കഷ്ണങ്ങളിലും പാറകളിലും ഒക്കെ ആയിട്ട് ഇരിക്കുകയാണ്. അവൻ ജീവിതത്തിൽ ആദ്യമായിട്ട് മനുഷ്യനെ കാണുകയാണ്. എന്താ ഏതാണെന്ന് മനസ്സിലാവുന്നില്ല. പെട്ടെന്നവൻ അവിടെ എങ്ങനെ നിന്നു. അജ്ഞാതമായ ഒരു സംഭവം മുന്നിൽ കാണുന്നു. അവന് പതിവ് പോലെ എതിരാളിയെ ഭയപ്പെടുത്താനായി കഴുത്തിലെ രോമമൊക്കെ ഒന്ന് ഉയർന്നു പൊങ്ങി. അവൻ ദേഷ്യത്തോടൊന്നും മുരണ്ടു. പക്ഷെ ആ മനുഷ്യരെ നോക്കുമ്പോൾ ഒരു കുഞ്ഞു ജീവി. അവർക്കതൊന്നും ഒരു വിഷയമായിരുന്നില്ല. അതിലൊരു താടിക്കാരൻ എണീറ്റ് അവൻ്റെ നേരെ നടന്നു. താടിക്കാരനൊന്നും അവന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം സാധാരണ ഒരു നായക്കുട്ടിയോട് ചെയ്യുന്ന പോലെ അതിനെ തടവാനായിട്ട് കൈ താഴ്ത്തിക്കൊണ്ട് വരുന്തോറും അവനുള്ളിൽ പേടി ഒപ്പം ദേഷ്യം രണ്ടും കൂടി വരികയാണ്. പേടി കാരണം അവൻ നിലത്ത് ചേർന്ന് കിടക്കുകയാണ്, വിറയ്ക്കുന്നുണ്ട്. പക്ഷേ ആ കൈ തൊട്ടടുത്തെത്തിയപ്പോൾ അവൻ ചാടി ഒരു കടിയും കടിച്ചു. അടുത്ത നിമിഷം തലയ്ക്ക് പുറകെ ശക്തമായ ഒരു അടി വീണു. അവൻ അവിടെ കിടന്നുകൊണ്ട് കരച്ചിൽ തുടങ്ങി. ഉടനെ അടുത്ത അടി. വീണ്ടും കരച്ചിൽ ഒന്നുകൂടി ഉച്ചത്തിലായി. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് കാട്ടിൻ്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം. ആ ശബ്ദം എന്താണെന്ന് അവന് പെട്ടെന്ന് മനസ്സിലായി. വേറൊന്നുമല്ല, സർവശക്തിയായ അവൻ്റെ അമ്മ വരികയാണ്. ഇനി ഒന്നും പേടിക്കണ്ട. അമ്മയ്ക്ക് ഒന്നിനെയും പേടിയില്ല. അമ്മ എല്ലാത്തിനെയും തോൽപ്പിക്കും. അമ്മ ഓടി വന്നു, അവൻ്റെ അടുത്ത് വന്നു. ആ മനുഷ്യനൊന്ന് പുറകോട്ട് മാറി. അമ്മ ദേഷ്യത്തോടെ ഒന്ന് മുരണ്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ആ മനുഷ്യൻ പെട്ടെന്ന് അമ്മയെ നോക്കി ഒന്ന് വിളിച്ചു, കിച്ചേ. അമ്മ ആ മനുഷ്യനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. അടുത്ത നിമിഷം അവളോട് നിലത്ത് പതിഞ്ഞു കിടപ്പായി. വാലാട്ടുന്നു, ചെവി മടക്കുന്നു, വളരെ സ്നേഹത്തോടെയുള്ള ചില ശബ്ദങ്ങളുണ്ടാക്കുന്നു. ഒറ്റക്കുഞ്ഞൻ ഞെട്ടിപ്പോയി. കാരണം അന്ന് വരെ അവൻ കണ്ടിട്ടുള്ള അമ്മയല്ല, മറ്റുള്ള ജീവികളെ പേടിപ്പിക്കുന്ന, ഫൈറ്റ് ചെയ്ത് കീഴ്പ്പെടുത്തുന്ന അമ്മ ഇതാ സറണ്ടറായി കിടക്കുന്നു. അപ്പോൾ മനസ്സിലാക്കി, ഈ കാണുന്ന ഇരുകാലി സർവശക്തനാണ്. നമ്മളൊക്കെ ദൈവത്തെ വിചാരിക്കുന്ന രീതിയിലാണ് അവൻ്റെ ചിന്ത ആ ഒരു ജീവിയെക്കുറിച്ച് പിന്നെ വരുന്നത്. അവൻ്റെ ദൈവം അതാ മുന്നിൽ നിൽക്കുന്നു. ആ മനുഷ്യൻ ഒന്ന് തിരിഞ്ഞ് കൂടെയുള്ള ആൾക്കാരോടായിട്ട് പറയുന്നു, നിങ്ങൾക്ക് ഓർമ്മയില്ല എൻ്റെ ഏട്ടൻ്റെ നായ കിച്ചേ? അമ്മ ഒരു സമയത്ത് കാട്ടിൽ കറങ്ങി നടന്ന് ഉണ്ടായ കുഞ്ഞാണ് ഇവള്. അതായത് ഇവള് പകുതി ചെന്നായും പകുതി നായയാണ്. തുടക്കത്തിൽ ബില്ലും ഹെൻറിയും പറഞ്ഞ ഒരു സംശയത്തിനുള്ള ഉത്തരം നമുക്കിവിടെ കിട്ടുകയാണ്. ബില്ലും ഹെൻറി അന്നേ പറഞ്ഞിരുന്നു, ഇതൊരു ശരിയായ ചെന്നായയുടെ കളറല്ല, സൈസല്ല, ഇതിനെന്തോ ഒരു വ്യത്യാസമുണ്ട്. മാത്രമല്ല മനുഷ്യരോട് കൂടുതൽ ഇണക്കം കാണിക്കുന്നു. ഇപ്പം എല്ലാം മനസ്സിലാവുകയാണ് നമുക്ക്. അതൊരു കാലത്ത് മനുഷ്യർ വളർത്തിയിരുന്ന നായായിരുന്നു. അപ്പോൾ ആ മനുഷ്യൻ്റെ ഒരാൾ പറയുന്നു, ഇവള് ഓടിപ്പോയല്ലോ കഴിഞ്ഞ വർഷം. അപ്പോൾ ഗ്രേ വീവർ വീണ്ടും പറയുന്നു, ക്ഷാമകാലം, നമുക്ക് തിന്നാൻ കൊടുക്കാമെന്നുണ്ടായിരുന്നില്ല. അവളപ്പോൾ പോയി ചെന്നായ്ക്കളുടെ കൂടെ കൂടി കാണും. അതിനുള്ള തെളിവാണല്ലോ ഈ കിടക്കുന്നത്. ഒറ്റ കുഞ്ഞിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ പറയുന്നതിനിടയിൽ തന്നെ അദ്ദേഹം വീണ്ടും ആ കുഞ്ഞിനെ ഒന്ന് തടവി. ഇപ്പം അവന് കടിക്കാൻ ധൈര്യമില്ല, എന്നാലും അവൻ പല്ലൊക്കെ പുറത്ത് കാണിച്ചുകൊണ്ടൊന്ന് മുരണ്ടു. ആ സമയത്ത് അയാൾ പറഞ്ഞു, ഓ ലുക്ക് അറ്റ് ഇറ്റ്സ് വൈറ്റ് ഫാങ്. അതായത് അതിൻ്റെ കോമ്പല് സാധാരണ ഒരു നായയുടെ ചെന്നായയുടെ കോമ്പലിനേക്കാൾ കുറച്ചുകൂടി വെളുത്ത നിറമാണ് അവൻ്റെ കോമ്പലുകൾക്ക്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചത്. എന്തായാലും ഇവന് അങ്ങനെ പേര് തന്നെ ഇരിക്കട്ടെ, വൈറ്റ് ഫാങ്. അങ്ങനെ ഒറ്റക്കുഞ്ഞിന് ഒരു പ്രത്യേക പേര് ലഭിക്കുകയാണ്, വൈറ്റ് ഫാങ്.
വീണ്ടും അയാൾ അതിനെ തടവി. ഒന്നും വരണ്ടെങ്കിലും അവനിപ്പോൾ കടിക്കാൻ ധൈര്യമില്ല. ഒന്നാമത് സർവശക്തിയായ അവൻ്റെ അമ്മ പോലും കീഴടക്കി കിടക്കുമ്പോൾ ഇനിയിപ്പോൾ കടിക്കുന്നതിൽ കാര്യമില്ലല്ലോ. അയാൾ പിന്നെയും പറഞ്ഞു, എന്തായാലും ഏട്ടൻ മരിച്ചുപോയി, ഇനിയിപ്പോൾ ഇതൊക്കെ എൻ്റെയാണ്. പറയുന്നതിനിടയിൽ അയാൾ അരയുന്നൊരു കത്തിയെടുത്തു. അവിടുന്ന് ചില കമ്പുകളും കാട്ടുവള്ളികളും ഒക്കെ വെട്ടി അതുകൊണ്ട് തള്ളച്ചെന്നായെ കഴുത്തിന് ബന്ധിച്ച് അവിടെ ഒരു മരത്തിൽ കെട്ടിയിട്ടു. തൊട്ടടുത്ത് തന്നെയായിട്ട് കുഞ്ഞും കിടപ്പായി. ഇതിനിടയിൽ അവിടെയുള്ള ഓരോ മനുഷ്യരും എണീറ്റ് വന്ന് ആ തള്ളച്ചെന്നായെ സ്നേഹത്തോടെ തടവുന്നുണ്ട്. അവൾ ചെവി മടക്കി വാലൊക്കെ കാട്ടി സ്നേഹസൂചകമായ ശബ്ദങ്ങളൊക്കെ പുറപ്പെടുവിച്ചുകൊണ്ട് കിടക്കുകയാണ്. ആ സമയത്ത് ആ കുഞ്ഞിന് മനസ്സിലാവുകയാണ് ദൈവങ്ങളോട് പെരുമാറേണ്ട രീതി. ദൈവങ്ങൾ തടവുമ്പോൾ സ്നേഹത്തോടെ പ്രതികരിക്കണം, അല്ലാതെ അവർ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത്. ഉപദ്രവിക്കാൻ ശ്രമിച്ചാൽ നമ്മുടെ ശരീരം വേദനിക്കും തുടങ്ങിയ ചില കാര്യങ്ങളും മനസ്സിലാക്കുകയാണ്. ഒപ്പം വീണ്ടും മറ്റൊരാൾ വന്ന് അവനെ തടവി. ഇത്തവണ അവൻ തള്ള ചെയ്യുന്ന പോലെ തന്നെ വളരെ കാം ആൻഡ് ക്വയറ്റായിട്ട്. എന്നാലും അവൻ്റെ ഉള്ളിൽ നിന്ന് ഒരു മുരളൽ പുറത്ത് വരുന്നുണ്ട്. പക്ഷേ അത് അവനൊരിക്കലും പല്ലൊന്നും പുറത്ത് കാണിച്ചില്ല, കടിക്കാൻ ശ്രമിച്ചില്ല. ആ മുരളിൽ തന്നെ ഒരു ദേഷ്യത്തോടെയുള്ള മുരളലല്ല, ഒരു പ്രത്യേക ഒരു സ്നേഹത്തോടു കൂടിയുള്ള ഒരു മുരളൽ എന്ന് പറയാം. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴാണ് ഒരു വലിയ ബഹളം. കുറേ അധികം ആൾക്കാരും നായകളും എല്ലാം അങ്ങോട്ട് വരികയാണ്. അവരുടെ എല്ലാം മുതുകത്തും അതുപോലെ നായ്ക്കളുടെ മുതുകത്തും ഒക്കെ ഭാരമുള്ള സഞ്ചികളുണ്ട്. അവയും ചുമന്നാണ് വരുന്നത്. അവൻ അത്രയും നായ്ക്കളെ ഒന്നിച്ച് കാണുന്ന ആദ്യമായിട്ടാണ്. അത് അവൻ്റെ വർഗം എന്ന് തന്നെയാണ് അവൻ്റെ വിചാരം. വാസ്തവത്തിൽ അവൻ്റെ വർഗമല്ല. അവൻ ഗ്രേ ബീവർ പറഞ്ഞ കണക്കനുസരിച്ച് ഇപ്പോൾ ഒരു 3/4 ചെന്നായി 1/4 നായി അത്രേ ഉള്ളൂ. പക്ഷേ ആ മറ്റു നായ്ക്കൾക്ക് പെട്ടെന്ന് ഒരു ശത്രുവിനോട് പെരുമാറുന്ന പോലെയാണ് അവരോട് പെരുമാറാൻ തോന്നുന്നത്. കാരണം അവരുടെ കണ്ണിൽ ഇതൊക്കെ ചെന്നായ കത്തിപ്പെട്ട ജീവികളാണ്. ഒരു പകുതി ചെന്നായി, ഒരു 3/4 ചെന്നായി, എല്ലാവരും കൂടി തള്ളയുടെയും മകൻ്റെയും മേലേക്ക് ചാടി വീണു. തള്ളയും അങ്ങോട്ടും ഫൈറ്റ് ചെയ്തു. അതിനിടയിലാണ് അവൻ മറ്റൊരു സംഭവം കാണുന്നത്. ദൈവങ്ങളെല്ലാം കയ്യിൽ വടി, കല്ല് തുടങ്ങിയ സാധനങ്ങളുമായി അവരെ ആക്രമിക്കുന്ന നായ്ക്കളെ നേരിടുന്നു. എല്ലാവരും വേദനിച്ച് കരയുന്നു, തിരിഞ്ഞോടുന്നു. സെക്കൻഡുകൾക്കകം എല്ലാം ഓരോ ഭാഗത്തേക്ക് മാറുന്നു. ദൈവങ്ങളുടെ ആ ഒരു സൂപ്പർ പവർ അവൻ പിന്നെയും മനസ്സിലാക്കുകയാണ്. ജീവനില്ലാത്ത വസ്തുക്കളും അവരുടെ കയ്യിൽ ചലിക്കും. കൃത്യമായിട്ട് അവർ വിചാരിച്ചവിടെ അത് കൊള്ളുന്ന ഭാഗം വേദനിക്കും. അപ്പോൾ കയ്യും കാലും ഒന്നും വേണമെന്നില്ല അവർക്ക് ആക്രമിക്കാൻ തുടങ്ങിയ പല കാര്യങ്ങളും അവനങ്ങനെ പഠിക്കുകയാണ്. ഒപ്പം അവരുടെ ഒരു നീതിബോധം, ആവശ്യമില്ലാതെ ആരെയും ഉപദ്രവിക്കാൻ അവർ സമ്മതിക്കില്ല. അവൻ കടിച്ചു, അവർ തിരിച്ചു ഉപദ്രവിച്ചു. സ്നേഹത്തോടെ നിന്നാൽ അവർ ഉപദ്രവിക്കില്ല എന്ന് മാത്രമല്ല, ഇവരാരെങ്കിലും ഉപദ്രവിക്കുകയാണെങ്കിൽ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നീട് അവിടെ നിന്ന് അവർ യാത്ര തുടങ്ങി. ഒരു പയ്യൻ വന്ന് ആ തള്ളച്ചെന്നായ അഴിച്ചു. ആ കയറിൻ്റെ പുറകെ അവൾ നടന്നു. തള്ളയുടെ പുറകെയായിട്ട് കുഞ്ഞും നടന്നു. അങ്ങനെ അവർ ആ അരുവി മെക്കൻസി റിവറിൽ ജോയിൻ ചെയ്യുന്ന ഭാഗമെത്തി. അവിടെ എത്തിയപ്പോൾ അവിടെ വീണ്ടും ഇവരുടെ ആൾക്കാരുണ്ട്. അതായത് റെഡ് ഇന്ത്യൻസ് അവിടെ ഒരു ക്യാമ്പ് തീർക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മുമ്പേ നടന്ന കുറച്ച് ആൾക്കാരാണ് ഗ്രേ ബീവറും കൂടെ ഉണ്ടായിരുന്ന ആ മനുഷ്യരും. അങ്ങനെ അവരവിടെ ഒരു ക്യാമ്പ് സെറ്റിൽ ചെയ്യുന്നു. അതിനിടയിലാണ് അവനേക്കാൾ അല്പം കൂടി മുതിർന്ന ഒരു നായക്കുട്ടി, വലിപ്പം കൂടുതലാണ്, പ്രായവും കൂടുതലാണ്, അവൻ്റെ നേരെ വന്നു. അവൻ വളരെ സ്നേഹത്തോടെ വാലക്കാട്ടി നിൽക്കുമ്പോൾ മറ്റവൻ പല്ലൊക്കെ കാണിച്ച് ദേഷ്യത്തോടെ വരികയാണ്. ഇവനും അതേ ഭാവത്തിൽ റിയാക്ട് ചെയ്തു. അവർ തമ്മിൽ ഫൈറ്റ് തുടങ്ങി. നമ്മുടെ വൈറ്റ് ഫാങ്ങിൻ്റെ കാര്യം പറയണമെങ്കിൽ അവൻ ജീവിതത്തിൽ അന്നേ വരെ ഫൈറ്റ് ചെയ്തിട്ടില്ല. ആകെ അവൻ്റെ ഫൈറ്റ് എന്ന് പറയുന്നത് ആ ടാർമികൻ തള്ളപ്പക്ഷിയുടെ അടുത്തുള്ള ഒരു ഫൈറ്റ്. അതൊന്നുമില്ല, അവളുടെ ചിറകിൽ കടിച്ചു പിടിച്ച് വലിച്ചു, അത്രേ ചെയ്തിട്ടുള്ളൂ. പിന്നെ ആ തള്ള ലിങ്സിനെ അവൻ്റെ അമ്മയോടൊപ്പം നേരിട്ടു. ഇതല്ലാതെ ഒരു ഫൈറ്റ് അവൻ ജീവിതത്തിൽ ചെയ്തിട്ടില്ല. മറ്റവനാണെങ്കിൽ നായ്ക്കളുടെ ഇടയിലാണ് വളരുന്നത്. കുട്ടിക്കാലം തൊട്ടേ മറ്റേ നായ്ക്കുട്ടികളായിട്ടും ഒക്കെ ഫൈറ്റ് ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. ഇവൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് മറ്റേ നായ ലിപ്പ് എന്നാണോ അവൻ്റെ പേര് എന്ന് പിന്നീട് നമുക്ക് മനസ്സിലാവും. ഏതായാലും ലിപ്പ് ചാടി ഇവൻ്റെ ഷോൾഡറിൽ ഒരു കടിയും തിരിച്ചൊരു ചാട്ടവും എല്ലാം ഒന്നിച്ചു കഴിഞ്ഞു. കൃത്യ കടി കിട്ടിയത് ആ തള്ള ലിംസിൻ്റെ നഖം കൊണ്ട് മുറിഞ്ഞ അതേ ഭാഗത്ത്. മുറിവൊക്കെ ഉണങ്ങി വന്നിരുന്നെങ്കിലും കടി കിട്ടി, ആ ഭാഗം വീണ്ടും അടർന്നു. അതിശക്തമായ വേദന. ആ വേദനയോടുകൂടി അവൻ തിരിച്ചറ്റാക്ക് ചെയ്തു.
പക്ഷെ അധികം നേരം പിടിച്ചു വെക്കാൻ പറ്റിയില്ല. ഒന്നാമത് മറ്റവൻ കുറെ കൂടി ശക്തനാണ്, അവന് ഫൈറ്റ് ചെയ്ത് കൂടുതൽ എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ ഫൈറ്റിൽ തോറ്റ് ദയനീയമായി മോങ്ങി വിളിച്ചുകൊണ്ട് തള്ളയുടെ അടുത്തേക്ക് ഓടി. തള്ള അവിടെ ഒരു ഭാഗത്ത് പിന്നെയും കെട്ടിയിട്ടിരിക്കുകയാണ്. അവളുടെ അടുത്ത് വന്നു. അവൾ മുറിവൊക്കെ നക്കി തുടച്ച് അവന് അടുത്ത് തന്നെ കിടത്തി. എത്ര നേരം കിടക്കും? കുറച്ച് നേരം കിടക്കുള്ളൂ, ആ പ്രായം അങ്ങനെയാണല്ലോ. വീണ്ടും അവിടെ നിന്ന് എണീറ്റു മുന്നോട്ട് കടന്നു. അപ്പോഴാണ് അവൻ പുതിയൊരു സംഭവം കാണുന്നത്. വേറൊന്നുമല്ല, റെഡ് ഇന്ത്യൻ ക്യാമ്പിലെ ഒരു കൂടാരമാണ്. അങ്ങനെ ഒന്ന് അവൻ ആദ്യമായിട്ട് കാണുകയാണ്. അവൻ എൻ്റെ സൈഡിലുള്ള ഒരു കയറിൽ പിടിച്ച് വലിച്ചു. അതൊന്ന് ഇളകി. അപ്പോൾ ആൾ സന്തോഷമായി. ഒന്നുകൂടി ശക്തമായിട്ട് വലിച്ചു. ഒന്നുകൂടി അത് നീങ്ങി. കൂടുതൽ ശക്തമായിട്ട് വലിച്ചു. അപ്പോഴേക്കും ആവേശം കൂടിക്കൂടി വരികയാണ്. വലിക്കുന്നതോറും നീങ്ങുന്നുണ്ടല്ലോ. അപ്പോഴാണ് അതിൻ്റെ അകത്തുനിന്ന് ചീത്ത വിളിക്കുന്നൊരു ശബ്ദം. അതോടെ തിരിഞ്ഞോടി വീണ്ടും തള്ളയരെടുത്തെത്തി അവിടെ കിടപ്പായി. കുറച്ചു നേരം കഴിഞ്ഞു. പിന്നെ എണീറ്റു. നടന്ന് ചെല്ലുമ്പോൾ വീണ്ടും എത്തിയത് ആദ്യം കണ്ട മനുഷ്യൻ, അതായത് ഗ്രേ ബീവറുടെ അടുത്ത്. ഗ്രേ ബീവർ അവിടെ നിലത്തിരുന്ന് എന്തോ ചെയ്യുന്നുണ്ട്. മുമ്പിൽ കുറച്ച് മരക്കമ്പുകളും ഈ കരിയിലകളും അങ്ങനെയുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ട്. എന്താണെന്ന് അവന് മനസ്സിലായില്ല. അവൻ ചെന്ന് അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത് അങ്ങനെ നിന്നു. അല്പം കഴിഞ്ഞപ്പോൾ ആ മരക്കമ്പുകളുടെ ഇടയിൽ നിന്ന് ഒരു ഓറഞ്ച് കളറിലുള്ള മഞ്ഞ് പോലൊരു വസ്തു പൊങ്ങി വരുന്നത് അവൻ കാണുന്നു. എന്താണെന്ന് അവൻ മനസ്സിലാവുന്നില്ല. തീയെ ജീവിതത്തിൽ അന്നേ വരെ കണ്ടിട്ടില്ല. അവൻ മെല്ലെ അടുത്ത് ചെന്നു, ഒന്ന് മണത്ത് നോക്കി. ഒപ്പം അതിൻ്റെ നക്കലും രണ്ടും ഒന്നിച്ചു കഴിഞ്ഞു. എന്തോ ഒരു അതുവരെ അനുഭവിക്കാത്ത വേദന, അതിൻ്റെ ശക്തമായ കരച്ചിൽ, ആകെ വല്ലാത്തൊരവസ്ഥയിൽ ആ കരച്ചിലങ്ങനെ തുടർന്നു. ഇടയിൽ മൂക്കിലെ വേദന ഒന്ന് മാറ്റാൻ വേണ്ടി പതിവ് രീതിയിൽ നക്കാൻ ശ്രമിച്ചു. നക്കിയാണല്ലോ ഒരു വേദന മാറ്റുക. നാക്കും കൂടി പൊള്ളിയിരിക്കുന്നതുകൊണ്ട് വേദന കൂടിയേ ഉള്ളൂ. ഇതിനിടയിലാണ് മറ്റൊരു സംഭവം. എല്ലാവരും അവനെ നോക്കി ചിരിക്കുന്നു. ആദ്യവും അവർ ചിരിച്ചിരുന്നു. ഇത് പക്ഷെ ആ ടോണിലുള്ള ചിരിയല്ല. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി, അവനെ ഒരുമാതിരി പരിഹസിക്കുന്ന ഒരു തരം ചിരി. അതവൻ്റെ ജീവിതകാലം മുഴുവൻ അവൻ മറക്കാത്തൊരു ചിരിയായിരുന്നു. ആരവനെ നോക്കി ചിരിച്ചാലും അവന് ഇഷ്ടപ്പെടില്ല എന്നുള്ളത് ഭാവിയിൽ നമുക്ക് മനസ്സിലാവും. ഏതായാലും അതും അന്ന് തന്നെ അവന് തുടങ്ങി. കളിയാക്കി ചിരിയോടുള്ള ഒരു പ്രത്യേക വെറുപ്പ്. വല്ലാത്തൊരവസ്ഥയിൽ വീണ്ടും അവൻ്റെ അഭയസ്ഥാനം, അവനെ ഒരിക്കലും കളിയാക്കാത്ത, എന്നും സ്നേഹത്തോടെ മാത്രം പെരുമാറിയിട്ടുള്ള, എന്നും അവൻ്റെ പ്രൊട്ടക്ഷൻ മാത്രം നോക്കിയിട്ടുള്ള അമ്മയുടെ അടുത്തെത്തി. അമ്മ വീണ്ടും അവനെ നക്കിത്തുടച്ച് ആശ്വസിപ്പിച്ച് അടുത്ത് കിടത്തി. നേരെ ഉരുട്ടി. അപ്പോഴാണ് അവൻ്റെ ജീവിതത്തിൽ അവൻ മറ്റൊരു പ്രശ്നം അനുഭവിക്കുന്നത്. അതുവരെ ജീവിതം എന്ന് പറഞ്ഞാൽ ശാന്തമായിരുന്നു. രാത്രിയായാൽ ഒന്നുകിൽ ഗുഹയിൽ കിടന്നുറങ്ങും, അല്ലെങ്കിൽ കാട്ടിൽ അമ്മയോടൊപ്പം ഇര തേടി നടക്കും. എന്തായാലും അനാവശ്യമായ ഒച്ചയോ ബഹളങ്ങളോ ഇല്ല. ഇതിപ്പോൾ അതല്ല അവസ്ഥ. നായ്ക്കളുടെ ബഹളം, മനുഷ്യരുടെ ബഹളം, മനുഷ്യരുടെ തന്നെ കുട്ടികളുണ്ടാക്കുന്ന വേറൊരു തരം ബഹളം, അങ്ങനെ പലതരം ബഹളങ്ങൾ. അവൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെടുന്നു. തിരിച്ച് ഗുഹയിലേക്ക് തന്നെ പോകണം എന്നുണ്ടവന്. പക്ഷെ അമ്മ എവിടെ കെട്ടിയിട്ടിരിക്കുന്നതുകൊണ്ട് അതിനും വഴിയില്ല. മാത്രമല്ല, സർവശക്തനായ ദൈവത്തിൻ്റെ അടുത്ത് നിന്ന് വിട്ടുപോകാനും തോന്നില്ല, അതായത് മനുഷ്യരുടെ അടുത്ത് നിന്ന് വിട്ടുപോകാനും തോന്നുന്നില്ല. എന്നാൽ മനസ്സിൻ്റെ ശാന്തതയും നഷ്ടപ്പെടുന്നു. അങ്ങനെ ഒരവസ്ഥയിൽ അന്നത്തെ രാത്രി അവൻ കഴിച്ചു കൂട്ടാൻ പോവുകയാണ്.